കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ തിരോധാന കേസിൽ ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി. പ്രാഥമിക വിവരശേഖരണമാണ് നടക്കുന്നത്. മാമിയുടെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവരിൽ നിന്ന് ഉടൻ മൊഴിയെടുക്കും. വിവരങ്ങളുമായി ലതീഷ് ചേരുകയാണ് കോഴിക്കോട് നിന്ന്. നമുക്ക് നോക്കാം ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ എന്താണെന്ന്. ലതീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ലതീഷ, ഈ പി.വി. അൻവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്നുകൂടിയായിരുന്നല്ലോ മാമിയുടെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട വിഷയം. ഏതായാലും സർക്കാർ അതിൽ സമഗ്രമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നു. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം തന്നെ ആ കേസ് അന്വേഷിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ഈ അന്വേഷണ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞോ? 2 ദിവസം മുമ്പാണ് ഈ വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഉത്തരവിറങ്ങിയത്. ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത്. ക്രൈംബ്രാഞ്ച് കോഴിക്കോട് റേഞ്ച് IG പി പ്രകാശിൻ്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. DYSP യു പ്രേമനാണ് അന്വേഷണ ചുമതല. പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഇവർ കേസ് നേരത്തെ അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഫയലുകൾ ഇവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പ്രാഥമികമായി ഇവർ പ്രാഥമിക വിവരശേഖരണമാണ് ഇന്നലെ നടത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് കുടുംബാംഗങ്ങളിൽ നിന്ന് മൊഴിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നിലവിൽ കുടുംബാംഗങ്ങൾക്ക് അത്തരം വിവരം ലഭിച്ചിട്ടില്ല. എന്നാലും ഇന്നോ അല്ലെങ്കിൽ നാളെയായി കുടുംബാംഗങ്ങളിൽ നിന്ന് മൊഴിയെടുക്കും എന്നുള്ള വിവരമാണ് അല്ലെങ്കിൽ സൂചനയാണ് നമുക്ക് പോലീസിൽ നിന്നും അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിക്കുന്നത്. ഒപ്പം മാമിയുടെ കോഴിക്കോട്ടെ സുഹൃത്തുക്കൾ, റിയൽ എസ്റ്റേറ്റ് വ്യാപാര രംഗത്തെയും മറ്റു വ്യാപാര മേഖലയിലുമെല്ലാമുള്ള സുഹൃത്തുക്കളിൽ നിന്നും വിശദമായ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 21-നാണ് കോഴിക്കോട്ടെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ കാണാതായത്. കോഴിക്കോട് നഗരത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് വൈകിട്ട് ഇറങ്ങിയ അദ്ദേഹം വീട്ടിലേക്ക് എത്തിയിരുന്നില്ല. തുടർന്ന് 2 ദിവസത്തിന് ശേഷമാണ് കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതി നൽകിയത്. നടക്കാവ് പോലീസാണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. പിന്നീട് കോഴിക്കോട് SP-യുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിച്ചു. കുടുംബം ഈ അന്വേഷണങ്ങളിൽ തൃപ്തി രേഖപ്പെടുത്താത്തതിനെ തുടർന്ന് മലപ്പുറം SP-യുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. ആ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത് ADGP MR അജിത് കുമാർ ആയിരുന്നു. MR അജിത് കുമാർ ഈ കേസുമായി ബന്ധപ്പെട്ട് ചില ഇടപെടലുകൾ നടത്തി, അല്ലെങ്കിൽ ഈ കേസ് അട്ടിമറിച്ചതിന് പിന്നിൽ MR അജിത് കുമാർ ആണ് എന്നുള്ള ആരോപണം PV അൻവർ MLA ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രിക്ക് നൽകിയ 14 പരാതികളിൽ ഒരു പരാതി ഈ മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട പരാതിയാണ്. ഇതോടെയാണ് ഈ കേസ് വീണ്ടും ഉയർന്നു വരികയും അത് പ്രത്യേക അന്വേഷണ സംഘത്തെ, അതായത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് ഇറങ്ങുകയും ചെയ്തത്. കുടുംബം ഈ കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് അടുത്ത മാസം 1-ാം തീയതിയാണ് ഹർജി പരിഗണിക്കാനിരിക്കുന്നത്. എന്തായാലും അതിനിടയിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ക്രൈംബ്രാഞ്ച് സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു. അവർ പ്രാഥമികമായ അന്വേഷണത്തിലേക്ക് കടന്നു. ഇനി കുടുംബാംഗങ്ങളിൽ നിന്നും അതേപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്നും മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. മാമിയുടെ ടെലിഫോൺ വിവരങ്ങളെല്ലാം ഇതിനകം നേരത്തെ അന്വേഷിച്ച പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം സൈബർ സെല്ലിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി വിശദമായ അന്വേഷണം നടത്തി അദ്ദേഹത്തെ കണ്ടെത്താനുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പോകുന്നത്. കുടുംബം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്ന നില വന്നിട്ടുണ്ട്. ഒപ്പം അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഒരു പരാതി എന്ന് പറയുന്നത്, പോലീസിന് തങ്ങൾ കുറേ വിവരങ്ങൾ കൈമാറിയിരുന്നു. ആ വിവരങ്ങളിൽ കാര്യക്ഷമമായ അന്വേഷണം കഴിഞ്ഞ അന്വേഷണ സംഘങ്ങൾ നടത്തിയിട്ടില്ല. ആ നിലയിലുള്ള ഒരു അന്വേഷണം കൂടി നടത്തണം. അതുകൊണ്ട് അത് ഒരു പരാതിയായി ഈ ക്രൈംബ്രാഞ്ചിന് മുമ്പാകെ അവതരിപ്പിക്കും അല്ലെങ്കിൽ നൽകും എന്ന് കുടുംബം ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കോഴിക്കോട്ടെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. മനു. ശരി, ഓക്കെ, താങ്ക് യു ലതീഷ്. ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും അതിൽ സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ വിവരങ്ങളാണ് ലതീഷ് നൽകിയത്. ഇത് PV അൻവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർത്തിയ ആരോപണങ്ങളൊക്കെ നമുക്കറിയാം. അതിൻ്റെ ഭാഗമായിട്ട് ഉയർത്തിയൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു ഈ മാമിയുടെ തിരോധനം. അപ്പോൾ അതിൽ സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്.